സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നിങ്ങളിപ്പോൾ സ്ക്രീനിന്റെ ഒരു വശത്ത് കാണുന്നത് ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷരീഫിന്റെ ചിത്രമാണ്. തൊട്ടടുത്തുള്ളത് അനസിന്റെ മകളാണ്, പേര് ഷാം. അനസിന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ് ഇത്. മകളും അനസും തമ്മിലുള്ള സംഭാഷണമാണ് ഈ വീഡിയോയിലുള്ളത്. വളരെയധികം ഹൃദയവേദനയോടെ മാത്രമേ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണാൻ കഴിയൂ. മകളോട് അനസ് ചോദിക്കുകയാണ്, ബാബ, അതായത് മകളെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്, ട്രംപ് പറയുന്നു നമ്മളെ എല്ലാവരെയും ഗാസയിൽ നിന്ന് പുറത്താക്കുമെന്ന്, നിനക്ക് ഗാസയിൽ നിന്ന് പോകണമെന്നുണ്ടോ? കുഞ്ഞു ഷാമിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഇല്ല, എനിക്ക് ഗാസയിൽ തന്നെ ജീവിക്കണം, എനിക്ക് അത്രമാത്രം ഗാസയെ ഇഷ്ടമാണ്. അപ്പോൾ അനസ് പറയുന്നുണ്ട്, നിന്നെ ഖത്തറിൽ കൊണ്ടുപോകാം, ഈജിപ്തിൽ കൊണ്ടുപോകാം, ജോർദാനിൽ കൊണ്ടുപോകാം എന്നൊക്കെ. അപ്പോഴെല്ലാം കുഞ്ഞു ഷാമിൻ്റെ ഉത്തരം അത് തന്നെയാണ്, എനിക്ക് ഗാസയിൽ തന്നെ ജീവിക്കണപ്പാ, ഞങ്ങൾ ഗാസ വിട്ടുകൊടുക്കില്ല, അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാനം അനസിന് ചുംബനം നൽകുകയാണ് കുഞ്ഞു ഷാം. അവളുടെ എല്ലാമായ പിതാവാണ് ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയിൽ കൊല്ലപ്പെട്ടത്. അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകനായിരുന്നു അനസ് അൽ ഷരീഫ്. ഇസ്രായേലിൻ്റെ കനത്ത ആക്രമണങ്ങൾക്കിടയിലും ഗാസയിലെ ഓരോ സ്പന്ദനവും ഒപ്പിയെടുത്തവനാണ് അനസ്. ഇസ്രായേലിൻ്റെ കാടത്തം ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുത്ത ധീരനായ മാധ്യമപ്രവർത്തകനാണ്. അവസാന നിമിഷവും ഗാസയ്ക്ക് വേണ്ടി വാർത്ത നൽകിയിരുന്നു അനസ്. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഗാസ സിറ്റിക്ക് കിഴക്ക് തെക്ക് ഭാഗത്ത് ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കുന്നുവെന്ന് അനസ് പറഞ്ഞിരുന്നു. അനസിനൊപ്പം മുഹമ്മദ് റെയ്ക്ക് എന്ന മാധ്യമപ്രവർത്തകനും ക്യാമറാമാൻമാരായ ഇബ്രാഹിം ഷഹീർ, മുഹമ്മദ് നൌഫൽ, മൊഅമീൻ അലീവ എന്നിവരും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അൽഷിഫ ആശുപത്രിയുടെ സമീപത്തുണ്ടായിരുന്ന അൽ ജസീറ ചാനലിൻ്റെ ടെന്റിന് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഹമാസ് പ്രവർത്തകരെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനസ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ സേനയുടെ വിചിത്ര വിശദീകരണം. ഹമാസ് പ്രവർത്തകർ എന്ന് വിചാരിച്ചാണ് ആക്രമണം നടത്തിയതെന്നും സേന പറയുന്നു. എന്നാൽ ആസൂത്രിതമായ ആക്രമണമാണ് നടന്നത് എന്നാണ് അൽ ജസീറ വ്യക്തമാക്കുന്നത്. ന്യായീകരണങ്ങൾ നിരത്തിയും യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയും മനുഷ്യരെ കൊല്ലുന്ന ക്രൂരത നെതന്യാഹുവിൻ്റെ സൈന്യം അങ്ങനെ ഗാസയിൽ തുടരുകയാണ്. ഷാമിനെ പോലെ ഒരുപാട് പേരുടെ ഉറ്റവരെ നഷ്ടപ്പെടുകയാണ്. പലസ്തീനികളെ വംശീയമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൻ്റെ വശത്ത് കാണുന്നത് പലസ്തീൻ പെലെ എന്ന് വിളിപ്പേരുള്ള സുലൈമാൻ അൽ ഒബൈദിൻ്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ചിത്രമാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ച ഭക്ഷണത്തിനായി കാത്തുനിന്ന 41-കാരനായ ഒബൈദിനെ ഇസ്രായേൽ സേന ക്രൂരമായി വെടിവെച്ചു കൊല്ലുകയായിരുന്നു. മനുഷ്യനെ ആഹാരത്തിനായി ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക, അതിനുശേഷം കൊല്ലുക. ആധുനിക ലോകം കേൾക്കാത്ത ക്രൂരതയാണ് നെതന്യാഹുവിൻ്റെ സേന ഗാസയിൽ നടത്തുന്നത്. പലസ്തീൻ ദേശീയ ടീമിനായി 24 മത്സരം കളിച്ച താരമായിരുന്നു ഒബൈദ്. 2010 വെസ്റ്റ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിൽ യമനെതിരെ അദ്ദേഹം നേടിയ ഒരു ബൈസിക്കിൾ കിക്ക് ഗോൾ പ്രസിദ്ധമാണ്. ഗാസയിലെ സംഘർഷ സാഹചര്യത്തിലും അദ്ദേഹം പരിശീലനം മുടക്കില്ലായിരുന്നു എന്നാണ് കുടുംബവും സുഹൃത്തുക്കളും പറയുന്നത്. അത്രമാത്രം ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തിരുന്നു ഒബൈദ്. ഒപ്പം ഗാസയെയും അദ്ദേഹം ജീവനോളം സ്നേഹിച്ചിരുന്നു. ഒബൈദിന്റെ കൊലപാതകത്തിൽ ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികളും താരങ്ങളും പ്രതിഷേധിക്കുകയാണ്. ഇസ്രായേലിന്റെ ക്രൂരത അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഒബൈദിന്റെ മരണത്തിൽ അനുശോചിച്ച് UEFA ഇട്ട എക്സ് പോസ്റ്റും ഇതിനിടയ്ക്ക് വിവാദമായി. ഇപ്പോൾ കാണുന്ന പോസ്റ്റിൽ ഒബൈദ് എങ്ങനെയാണ് മരിച്ചത് എന്ന് UEFA അധികൃതർ പറഞ്ഞിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടി ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സല രംഗത്ത് വന്നു. ഒബൈദ് എങ്ങനെയാണ് മരിച്ചതെന്ന് UEFA വ്യക്തമാക്കണമെന്ന് സല ആവശ്യപ്പെട്ടു. മുമ്പും ഗാസയിലെ ക്രൂരതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത താരമാണ് മുഹമ്മദ് സല. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ 662 കായിക താരങ്ങളും 321 ഫുട്ബോൾ കൂട്ടായ്മയിലെ അംഗങ്ങളും കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. അതിലെ ഒടുവിലത്തെ ആളായി ഒബൈദും മടങ്ങുകയാണ്. അതിനിടെ ഗാസ മുഴുവൻ ഏറ്റെടുക്കാനുള്ള നെതന്യാഹുവിൻ്റെ നീക്കത്തിനെതിരെ വലിയ ബഹുജന പ്രതിഷേധം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ നടന്നു. ഏകദേശം 1 ലക്ഷത്തോളം പേർ അണിനിരുന്ന റാലിയാണ് ഹോസ്റ്റേജസ് സ്ക്വയറിൽ നടന്നത്. അതിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു പ്രതിഷേധക്കാരുടെ ഒരേ ഒരു ആവശ്യം. ജാഥയിൽ പങ്കെടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് സംസാരിച്ചവരിൽ ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഇനിയും യുദ്ധം തുടരുക എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണ വാറണ്ടിൽ ഒപ്പിടുന്നതിന് തുല്യമാണ് എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുൻബന്ദികളും ഇസ്രായേൽ പലസ്തീൻ സോഷ്യലിസ്റ്റ് കൂട്ടായ്മയായ സ്റ്റാൻഡിംഗ് ടുഗദർ അംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു.
ഹമാസിന്റെ കൈവശം ഏകദേശം 20 ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അവരുടെ ജീവൻ തുലാസിലാക്കുന്ന നടപടിയാണ് നെതന്യാഹുവിന്റെ ഗാസ സിറ്റി ഏറ്റെടുക്കൽ എന്നാണ് പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞത്. ഗാസയിലെ പട്ടിണി ബന്ദികളുടെ ജീവനെയും ബാധിക്കുമെന്ന് റാലിയിൽ പങ്കെടുത്തവർ ഉറക്കെ പറഞ്ഞു. ഗാസയിലെ ജനങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. ബന്ദികളുടെ ചിത്രങ്ങൾക്കൊപ്പം ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും പിടിച്ചായിരുന്നു പ്രതിഷേധം. മുൻ ബന്ദികളും ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഒക്കെയാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. അതായത് ഇസ്രയേലികൾക്ക് വേണ്ടിയോ ബന്ദികൾക്ക് വേണ്ടിയോ മാത്രമായിരുന്നില്ല ഈ പ്രതിഷേധം, ഗാസയിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി കൂടിയായിരുന്നു. ഗാസയിലേക്ക് ഇനിയും സൈനികരെ അയക്കാനും മൊത്തം പ്രദേശവും പിടിച്ചെടുക്കാനുമുള്ള നെതന്യാഹുവിന്റെ നീക്കത്തിൽ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് ഉയരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. സൈന്യത്തിനുള്ളിൽ നേരത്തെ തന്നെ പ്രതിഷേധം പുകയുന്നുണ്ട്. റിസർവ് അംഗങ്ങൾ ജോലിയിൽ തിരികെ പ്രവേശിക്കാത്ത സ്ഥിതിയുമുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. 446 ഇസ്രയേൽ സൈനികർ ഗാസയിലെ സൈനിക നടപടിക്കിടെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അതായത് നെതന്യാഹുവും തീവ്ര ജൂതരും മാത്രമാണ് യുദ്ധം ആഗ്രഹിക്കുന്നത്. ഇസ്രയേൽ ജനതയും സൈനികരുമൊക്കെ യുദ്ധത്തെ തള്ളിക്കളയുകയാണ്. അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് നെതന്യാഹു യുദ്ധത്തെ സ്നേഹിക്കുന്നത് എന്നാണ് വിമർശകർ ഉറക്കെ പറയുന്നത്. രാജ്യത്ത് വലിയ പ്രതിഷേധവും പാശ്ചാത്യ രാജ്യങ്ങളുടെ പലസ്തീൻ അനുകൂല തീരുമാനങ്ങളും നെതന്യാഹുവിനെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അത്യപൂർവ വാർത്താ സമ്മേളനം നെതന്യാഹു വിളിച്ചുകൂട്ടി. വിദേശ മാധ്യമ പ്രവർത്തകരെ മാത്രമാണ് ക്ഷണിച്ചത്. ഗാസയെ പൂർണ്ണമായി ഒഴിപ്പിക്കുകയല്ല, ഹമാസിൽ നിന്ന് ഗാസയെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ഹമാസ് ആക്രമണം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിച്ചാൽ യുദ്ധം നാളെ അവസാനിപ്പിക്കാമെന്ന് നെതന്യാഹു വാഗ്ദാനം ചെയ്തു. 2 ദശലക്ഷം ടൺ സഹായം ഗാസയിലേക്ക് അനുവദിച്ചതായും നെതന്യാഹു അവകാശപ്പെട്ടു. എന്നാൽ ഇതെല്ലാം ഹമാസ് കൊള്ളയടിച്ചുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഗാസയിൽ പട്ടിണിയാണ് എന്നത് ആഗോള നുണയാണെന്നും നെതന്യാഹു ന്യായീകരിച്ചു. മാത്രമല്ല, പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള നീക്കം പാശ്ചാത്യ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. ഇതിനു വേണ്ടിയൊക്കെ ആയിരുന്നു അദ്ദേഹം വിദേശ മാധ്യമങ്ങളെ മാത്രം ഉൾപ്പെടുത്തി വാർത്താ സമ്മേളനം വിളിച്ചത്. എന്നാൽ നെതന്യാഹുവിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ നെതന്യാഹുവിന്റെ എല്ലാ ന്യായീകരണങ്ങളെയും വാദങ്ങളെയും തള്ളിക്കളഞ്ഞ് ഓസ്ട്രേലിയയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത. ഓസീസ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഈ തീരുമാനം സെപ്റ്റംബറിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ ഔപചാരികമായി പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കി. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ, ജർമ്മനി, ഇപ്പോൾ ഓസ്ട്രേലിയ ഗാസയ്ക്ക് വേണ്ടി, പലസ്തീന് വേണ്ടി ഇവരെല്ലാം നിലകൊള്ളുകയാണ്. താമസിയാതെ ന്യൂസിലൻഡും സമാന തീരുമാനവുമായി രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് UN സെക്യൂരിറ്റി കൗൺസിലിൽ പലസ്തീനെ ഉൾപ്പെടുത്തണമെന്ന വാദത്തിന് കൂടുതൽ ശക്തി നൽകും. അതായത് ഒരു വശത്ത് നശീകരണ മനസ്സുമായി നെതന്യാഹു മനുഷ്യരെ കൊന്നുതള്ളുമ്പോൾ മറുവശത്ത് പ്രതീക്ഷയുടെ നാളമായി പലസ്തീന് പിന്തുണ വർദ്ധിക്കുകയാണ്. ഇസ്രയേൽ ജനതയും പലസ്തീന് വേണ്ടി രംഗത്തു വരുന്നു എന്നതാണ് ഏറ്റവും നല്ല സൂചന. ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക്, പലസ്തീനികൾക്ക് സമാധാനം അടുത്ത് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാക്കുക. നന്ദി, നമസ്കാരം.